الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി സത്യസന്ധരായി ജീവിക്കാനും വിശ്വാസികളായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുവാനും നമ്മളൊക്കെ ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. ഏതൊരു വിഷയത്തിലും സത്യസന്ധമായ ഒരു നിലപാട് നമ്മൾ പുലർത്തിയാൽ ഒന്നാമതായി അള്ളാഹുവിൻ്റെ അടുക്കൽ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരില്ല എന്നതോടൊപ്പം ഇഹലോകത്തും ഒരു മനസമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയും. അല്ലാഹു തആല പലപ്പോഴും നമ്മളോട് സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. വിശ്വാസികളെ, നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണം. എല്ലാ കാര്യത്തിലും സാദിഖീങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടണം. നമ്മുടെ വിശ്വാസത്തിൽ നമുക്കൊരു സത്യസന്ധത ഉണ്ടായിരിക്കണം. നമ്മൾ വിശ്വാസി എന്ന് പറഞ്ഞാൽ പോരല്ലോ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ അള്ളാഹുവിനോടുള്ള ബാധ്യതകളിൽ സത്യസന്ധത പുലർത്തി വിശ്വസിക്കുമ്പോഴാണ് ആ വിശ്വാസം അള്ളാഹുവിങ്കൽ കബൂലാക്കപ്പെടുക, സ്വീകരിക്കപ്പെടുക. ഈമാനിനെ പറ്റി അള്ളാഹു നമ്മളോട് പറയുന്നത് നിങ്ങൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മുസ്ലിം മെമ്പർഷിപ്പ് എടുക്കുക എന്നതല്ല. നേരെ മറിച്ച് ഈമാൻ ഒരുപാട് ശാഖകളായി ജീവിതത്തിൽ പരന്നു കിടക്കുന്നതാണെന്നും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈമാനിലേക്ക് കടക്കുന്ന ഒന്നാമത്തെ വചനമാണെന്നും എന്നാൽ ഏറ്റവും താഴെ തട്ടിൽ വഅദ്നാഹ ഇമാത്തത്തുൽ അദാ അനി തരീഖ്
നടന്നു പോകുന്ന വഴിയിൽ എന്തെങ്കിലും ഉപദ്രവങ്ങളുണ്ടെങ്കിൽ അത് നീക്കിയിട്ട് കൊണ്ട് ആ വഴിയിൽ കൂടി നടന്നു പോവുക എന്നാണെന്നും നബി പഠിപ്പിച്ചപ്പോൾ മരുഭൂമിയിൽ കൂടി നടന്നു പോകുന്ന മനുഷ്യരോടാണ് പറയുന്നത്, നിങ്ങളുടെ ഈമാനിന്റെ ഭാഗമാണ്. നിങ്ങൾ മരുഭൂമിയിൽ കൂടി നടന്നു പോകുമ്പോൾ എന്തെങ്കിലും വഴിയിൽ ഉപദ്രവമുണ്ടെങ്കിൽ ആരാണിനി ആ വഴിയിൽ കൂടി വരിക നിങ്ങൾക്കറിയില്ല, ആരൊക്കെയാണ് അതിലെ സഞ്ചാരികൾ എന്ന് നിങ്ങൾക്കറിയില്ല. എന്നാലും അറിയാത്ത മനുഷ്യന്മാർക്ക് വേണ്ടിയാണെങ്കിലും ഉപകാരം ചെയ്തു വേണം പോകാൻ എന്ന വരെയുള്ള ഷഹാദത്ത് കലിമയുടെ അങ്ങേ അറ്റത്തെ ജീവിതത്തിലെ ഉപകാരങ്ങളും നന്മകളും സൽക്കർമ്മങ്ങളും ആണ് അല്ലാഹു മുഅ്മിനീങ്ങളുടെ ലക്ഷണമായി കൽപ്പിച്ചത്. അപ്പൊ നമ്മൾ സാദിഖീങ്ങളുടെ കൂട്ടത്തിൽ പെടണമെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന നന്മകൾ പടച്ചവന്റെ കാര്യത്തിലും മനുഷ്യന്മാരുടെ കാര്യത്തിലും നമുക്ക് ചെയ്യാൻ കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നോക്കൂ, അഹബ്ബുൻ നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടവരാരാണ്? നമ്മൾക്കൊക്കെ തോന്നും നമ്മളൊക്കെ സാധുക്കളും പാവങ്ങളുമാണ്, നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ചില ആളുകളൊക്കെ അവരുടെ രൂപഭാവങ്ങളൊക്കെ കണ്ടാൽ അള്ളാഹുവിന്റെ സ്വന്തക്കാരാണ് എന്നൊന്നും ധരിക്കേണ്ടതില്ല എന്നാണ് നബി പഠിപ്പിച്ചത്. അഹബ്ബുൻ നാസി ഇലല്ലാഹി, അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹബീബായ ആളുകൾ അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നവരാണ് എന്ന്. നമ്മുടെ ഇബാദത്തുകൾ നമുക്ക് നിർബന്ധമായ കാര്യങ്ങളാണ്, അത് നമുക്ക് വേണ്ടിയുള്ളതാണ്. ഫർളും സുന്നത്തുമായ ഇബാദത്തുകൾ എന്ന് പറയുന്നത് നമ്മൾക്ക് പടച്ചവനിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കാനുള്ള നമ്മുടെ കടമകളാണ്. ആ ഒരു കടമ നിർവഹിച്ചുകൊണ്ട് നമ്മളൊരു ആബിദും നല്ലൊരു മനുഷ്യനും നല്ല ഒരു മുത്തഖിയുമായി ജീവിക്കുക മാത്രമല്ല ഒരു വിശ്വാസിയുടെ കടമ. അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുക്കാൻ കഴിയണം. വഅഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി അസ്സ വജല്ല, അല്ലാഹു അസ്സ വജല്ലയിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമലുകൾ എന്ന് പറയുന്നത് സുറൂറുൻ ബിയുദ്ഖിലുഹും അലാ മുസ്ലിമിൻ, ഒരു മുസ്ലിമിന് എന്തെങ്കിലും ഒരു സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കലാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. ഒരു മുസ്ലിമിന് എന്തെങ്കിലും സന്തോഷം, നമുക്കതൊരു സാമ്പത്തിക സഹായമാകാം, അവനുള്ള നല്ലൊരു വാക്കാവാം. ഏതൊരു മുസ്ലിമായിരിക്കട്ടെ, അത് നമ്മുടെ വാപ്പയായിരിക്കട്ടെ, ഉമ്മയായിരിക്കട്ടെ, നമ്മുടെ മക്കളായിരിക്കട്ടെ, നമ്മുടെ ഭാര്യമാരായിരിക്കട്ടെ, അവർക്കൊരു സന്തോഷമുള്ള രൂപത്തിൽ ജീവിക്കലാണ്, അത് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കലാണ് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യം. എന്നിട്ടോ യക്ഷിഫു അൻഹു ഖുർബത്തൻ, ഒന്നും നല്ലത് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ട് നീക്കി കൊടുക്കാനെങ്കിലും നമ്മൾ ശ്രമിക്കലാണ് അള്ളാഹു ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഈമാനിന്റെ സിദ്ഖുൽ ഈമാൻ എന്ന് പറഞ്ഞാൽ ഈമാനിലെ സത്യസന്ധത എന്ന് പറയുമ്പോൾ ഞാനും മുസ്ലിമാണ് എന്നത് മാത്രമല്ല, നമ്മൾ ജനങ്ങളിലേക്ക് കൂടി ചെയ്യുന്ന, അവരുമായി സമീപിക്കുന്ന കാര്യങ്ങളും കൂടി ഇതിൽ അള്ളാഹുവിന്റെ റസൂൽ എടുത്തു പറയാണ്. സുറൂറുൻ യുദ്ഖിലുഹു അലാ മുസ്ലിമിൻ, മുസ്ലിമിന്റെ മനസ്സിലേക്ക് അങ്ങോട്ട് സന്നിവേശിപ്പിക്കുന്ന, ഇട്ടുകൊടുക്കുന്ന ഒരു സന്തോഷം. അവന്റെ വാക്ക് കേട്ടപ്പോൾ ഒരു സമാധാനമായി, അല്ലെ അവന്റെ ഒരു നല്ല വർത്തമാനം പറഞ്ഞതോടുകൂടി ഒരു സമാധാനമായി, അവനെ കണ്ടപ്പോൾ ഒരു സമാധാനമായി, അവന്റെ സഹായം കൊണ്ട് സമാധാനമായി. നമുക്കൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയുന്നതല്ലേ ഇത്? അങ്ങനെ നമുക്ക് അള്ളാഹുവിങ്കലേക്ക് 10,000 കൊടുത്ത് അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ കഴിയില്ലെങ്കിൽ ഇങ്ങനെയെങ്കിലും ചെയ്തുകൂടെ? ഔ യക്ഷിഫു അൻഹു ഖുർബത്തൻ, ഒരു മുസ്ലിമിന് ഒരു പ്രയാസം ഇല്ലാതെയാക്കി കൊടുക്കുക. ഔ യഖ്ലി അൻഹു ദൈനൻ, ഒരു മുസ്ലിമിന് ഒരു കടബാധ്യത കൊണ്ട് കുടുങ്ങിയിരിക്കുകയാണെങ്കിൽ അത് ഞാനങ്ങോട്ട് വീട്ടിത്തരാം, നീ അതുകൊണ്ട് നീ പ്രയാസപ്പെടേണ്ടതില്ലെന്ന് പറഞ്ഞ് ഒരു കടബാധ്യതയിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുക.
ഔ തതുർദ അൻഹു ജൂഅൻ, അല്ലെങ്കിൽ വിശന്നിരിക്കുന്ന ഒരു മനുഷ്യന് ഒരു വിശപ്പ് മാറ്റിക്കൊടുക്കുക. ഇതൊക്കെയാണ് ഒരു മനുഷ്യന് അള്ളാഹുവിങ്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ടവനാവാനുള്ള മാർഗം. ഷഹാദത്ത് കലിമയും അതിന്റെ താല്പര്യങ്ങളാവുന്ന ഇബാദത്തുകളും ഫർളുകളുടെയും പുറമെയാണത്. ആ ഇബാദത്തിലും ഫർളായ കർമ്മങ്ങളിലും മാത്രം ഒതുങ്ങിക്കൂടാനല്ല, നമ്മൾ മനുഷ്യർക്ക് ഉപകാരമുള്ള സാദിഖീങ്ങളാവണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. റസൂൽ തുടർന്ന് പറയുന്നത്, വലി അൻ അംസിയ മഅ അഖില്ലി ഫി ഹാജതി അഹബ്ബു ഇലയ്യ മിൻ അഅ്തകിഫ ഫീ ഹാദൽ മസ്ജിദ് ശഹ്റൻ. ഞാൻ ഈ പള്ളിയിൽ ഒരു മാസക്കാലം എൻ്റെ ഈ മസ്ജിദുൻ നബവിയിൽ, ഇത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നതാണെന്ന് കൂടി ഇതിൽ ഹദീസുകളിൽ കാണാം. അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ ഒരു നേരത്തെ നമസ്കാരത്തിന് 1000 ഇരട്ടി പുണ്യമുണ്ട് മസ്ജിദുൻ നബവിയിൽ. ഈ പള്ളിയിൽ ഒരു മാസക്കാലം ഞാൻ ഇത്തികാഫ്, നിസ്കാരവും ജമാഅത്തും ഖുർആനോദലും ഈ ദിക്റുകളും തസ്ബീഹുകളുമായിട്ട് ഒരു മാസം പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇത്തികാഫിരിക്കുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടം ഞാനൊരു മനുഷ്യന്റെ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ വേണ്ടി പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതാണ് എന്ന്. അപ്പൊ ഒരു മനുഷ്യന് സൽക്കർമ്മങ്ങൾ എന്ന് പറയുന്നത് അതാണ്. നമ്മളങ്ങനെ നിസ്കരിച്ച് നമ്മളെ ഇബാദത്തുകളോടൊപ്പം തന്നെ, അത് ബാധ്യതയാണല്ലോ, അതോടൊപ്പം തന്നെ മനുഷ്യർക്ക് ചെയ്തു കൊടുക്കാവുന്ന നന്മകൾ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ആളുകൾ വന്നിട്ട് പറയുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് വലിയ കലഹമാണ് കുടുംബങ്ങൾ തമ്മില്, നിങ്ങളൊരു ഉപദേശം തരണം. അദ്ദേഹം പറഞ്ഞു, നടക്ക് ആ വീട്ടിലേക്ക്. അദ്ദേഹത്തിന്റെ ഷൂടാണ്. അപ്പൊ നിങ്ങളിവിടെ ഇത്തികാഫിലല്ലേ, നിങ്ങൾ ഇറങ്ങിപ്പോരാനല്ല ഞാൻ വന്ന് പറഞ്ഞത്, ഒരു ഉപദേശത്തിനാണ്. അദ്ദേഹം ഇറങ്ങി നടന്നിട്ട് പറയുന്നുണ്ട് ഈ വാക്ക്, ഒരു മാസം ഇവിടെ ഞാൻ ഇത്തികാഫും നിസ്കാരം കൂടി ഇരിക്കുന്നതിനേക്കാളും ഒരു ഷെറ് ഇല്ലാതാക്കാൻ എന്നെ കൊണ്ട് കഴിയുമെങ്കിൽ ആ ഷെറ് നീക്കിത്തരലാണ് പുണ്യമുള്ളതെന്ന് അള്ളാഹുവിന്റെ റസൂല് എന്നോട് പഠിപ്പിച്ചിട്ടുണ്ട്. തന്റെ കോപം ഒരാള് അടക്കി വെച്ചാൽ, നമുക്കൊരു പക്ഷേ മറ്റുള്ളവരോട് കോപിക്കേണ്ടി വരും, സ്വാഭാവികമാണല്ലോ. മനുഷ്യന്മാർ ചിലപ്പോൾ തന്റെ ഭാര്യയോട് കോപിക്കേണ്ടി വരും, തന്റെ മക്കളോട് കോപിക്കേണ്ടി വരും, നാട്ടിലുള്ള ആരെങ്കിലും ആളുകളോട് കോപിക്കേണ്ടി വരും. ആ കോപം അടക്കി വെച്ചാൽ സത്തറല്ലാഹു ഔറത്തഹു, അവന്റെ വൈകല്യങ്ങൾ അല്ലാഹു തആല മറച്ചു വെക്കും. അവനൊരു വൈകല്യമുള്ളവനായി, മോശക്കാരനായി ജനങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെടേണ്ടി വരില്ല. അല്ലാഹു തആല അതൊക്കെ മറച്ചു വെക്കും. വമൻ കദമ ഗൈലഹു, ആരെങ്കിലും തന്റെ വിദ്വേഷം, മറ്റൊരാളോടുള്ള വിദ്വേഷം, പക, അത് പ്രതികാരം ചെയ്യാതെ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ, കടിച്ചിറക്കി, വിദ്വേഷം പ്രതികാരം ചെയ്യാതെ കടിച്ചിറക്കി നിൽക്കുകയാണെങ്കിൽ, അതിന് പ്രതികാരം ചെയ്യാൻ അവന് കഴിയും. അങ്ങനെ കഴിഞ്ഞാൽ പോലും ആ പ്രതികാരം ചെയ്യാതെ പിടിച്ചു നിന്നാൽ അവന്റെ ഹൃദയത്തിനെ പ്രതീക്ഷ കൊണ്ട് അല്ലാഹു തആല നിറക്കും ഖിയാമത്ത് നാളിൽ. ഖിയാമത്ത് നാളിലെ അഹ്വാലുകളിൽ, ഭയപ്പാടുകളിൽ നിന്ന്, എല്ലാ ദുരന്തങ്ങളിൽ നിന്നും അല്ലാഹു അവനെ രക്ഷിക്കും. മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യാനുള്ള കഴിവുണ്ടായിട്ടും ആ പ്രതികാരത്തിൽ നിന്ന് മാറി കടിച്ചിറക്കി പിടിച്ചു നിന്നാൽ ഖിയാമത്ത് നാളിൽ പ്രതീക്ഷ കൊണ്ട് അവന്റെ മനസ്സിനെ അല്ലാഹു തആല നിറക്കും. വമൻ മശാ മഅ അഖീഹി ഫീ ഹാജത്തിൻ ഹത്താ തതഹയ്യ ലഹു, മറ്റൊരാളുടെ ജീവിതാവശ്യങ്ങൾ ഒരുങ്ങി പൂർത്തിയാക്കി കിട്ടുവോളം ഒരാളോടൊപ്പം അവന്റെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി നടന്നാൽ അസ്ബത്തല്ലാഹു ഖദമഹു യൗമ തസൂലുൽ അഖ്ദാം, എല്ലാ കാലുകളും ഇടറുന്ന, കാലുകൾ നിൽക്കുന്നിടത്ത് നിൽക്കാതെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഖിയാമത്ത് നാളിൽ അവന്റെ കാൽ അല്ലാഹു തആല ഉറപ്പിച്ചു വെക്കും. മറ്റുള്ളവർക്ക് വേണ്ടി സഹായവുമായി നടക്കുന്ന ആളുകൾ. സഹോദരങ്ങളെ, സിദ്ഖുൽ ഈമാൻ, ഷഹാദത്ത് കലിമ മാത്രമല്ല, ഇങ്ങനെയുള്ള ജീവിതവും കൂടിയാണ് എന്ന്
സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളണം. കഴിയുന്ന സന്ദർഭത്തിലാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. ലാ തഹഖിറന്ന മിനൽ മഅറൂഫി ശൈഅൻ വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തലീഖ്. നല്ലത് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും നീ നിസ്സാരമായി തള്ളരുത്. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തലീഖ്. നിന്റെ ചങ്ങാതിയുടെ കൂട്ടുകാരന്റെ സഹോദരന്റെ മുഖത്ത് ഒന്ന് പുഞ്ചിരിക്കുന്നതെങ്കിലും അതൊരു നിസ്സാരമായി ഞാൻ എന്തിനാ പോലെ മുഖത്ത് നോക്കി ചിരിക്കുന്നു എന്ന് പറയലല്ല. ആ ചിരിക്കുന്നത് പോലും മഅറൂഫാണ്, സൽക്കർമ്മമാണ്. നീ അത് നിസ്സാരമായി തള്ളരുത്. അസ്സാഇ അലൽ അർമിലതി വൽ മസാകീൻ കൽ മുജാഹിദി ഫീ സബീലില്ലാഹി അൽ ഖായിമിൽ ലൈൽ വസ്സായിമിൻ നഹാർ. പാവങ്ങളായ ആളുകൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവർ, എന്തെങ്കിലും തരത്തിലുള്ള ഉപകാരം ചെയ്തു കൊടുക്കാനോ സഹായം ചെയ്തു കൊടുക്കാനോ നല്ലത് പറഞ്ഞു കൊടുക്കാനോ നല്ലത് ഉപദേശിച്ചു കൊടുക്കാനോ നമ്മൾ സഹായം എന്ന് പറയുമ്പോഴേക്ക് പോക്കറ്റിൽ കൈയിടേണ്ടതില്ല. നല്ല ഉപദേശങ്ങൾ നൽകാം, നല്ല മാർഗദർശനങ്ങൾ നൽകാം. എത്ര ആളുകൾക്ക് ചെയ്യാൻ കഴിയും? അധ്യാപകരായ ആളുകൾക്ക് എത്രയായിരം കുട്ടികൾക്ക് സന്മാർഗം പറഞ്ഞു കൊടുക്കാൻ കഴിയും. ഇത്തരം വേദികളിൽ എത്ര മനുഷ്യന്മാർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ കഴിയും? നമ്മുടെ സുഹൃബന്ധങ്ങൾ ആയിരണ്ണമാണ്, ആയിരക്കണക്കിന് സുഹൃബന്ധങ്ങളാണ് നമുക്കൊക്കെ ഉള്ളത്. ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നല്ലത് പറഞ്ഞു കൊടുക്കലൊക്കെ സഹായമാണ്. അസ്സാഇ അലൽ അർമിലതി വൽ മസാകീൻ. വിധവകളായ ഗതിയില്ലാത്ത സഹോദരിമാർക്ക് വേണ്ടി അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ, അതുപോലെ മിസ്കീന്മാരുടെ ജീവിതത്തിൽ അവരുടെ സഹായത്തിന് വേണ്ടി നിൽക്കുന്നവർ, അവർ അള്ളാഹുവിന്റെ അടുക്കൽ കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ പടക്കളത്തിലിറങ്ങി ജിഹാദ് ചെയ്യുന്നവന്റെ പുണ്യം കിട്ടും. അൽ ഖായിമിൽ ലൈൽ, രാത്രി അർദ്ധരാത്രി എഴുന്നേറ്റ് നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നവന്റെ പുണ്യം കിട്ടും. അസ്സായിമിൻ നഹാർ, സുന്നത്ത് നോമ്പുകൾ പകൽ സമയത്ത് സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കുന്നവന്റെ പുണ്യം കിട്ടുമെന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ നമ്മള് അപ്പോഴേക്ക് പോക്കറ്റിലല്ല നോക്കേണ്ടത്. എന്നെ കൊണ്ട് കഴിയൂല്ലോ, അല്ലെ ഞാൻ കുട്ടിയല്ലേ, ഞാൻ ദരിദ്രനല്ലേ, അങ്ങനെയല്ല. നമുക്കൊരുപാട് നന്മകൾ നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് വേണ്ടി, പഠിക്കുന്നവർക്ക് വേണ്ടി, നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി, അറിയുന്നവർക്ക് വേണ്ടി, അറിയാത്തവർക്ക് വേണ്ടി കൊടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യനും നിങ്ങൾ നന്മ ചെയ്യേ. നബി പഠിപ്പിച്ചു, ഇന്നല്ലാഹ വ മലായികതുഹു വ അഹ്ലസ് സമാവാതി വൽ അർദി ഹത്ത നംലത ഫീ ജുഹരിഹാ വ ഹത്തൽ ഹൂത് ലയുസല്ലൂന അലാ മുഅല്ലിമിൻ നാസിൽ ഖൈർ. അല്ലാഹു തആലയും ആകാശലോകത്ത് ആകാശഭൂമികളിലുള്ള എല്ലാവരും, എല്ലാ നല്ല മനുഷ്യന്മാരും, ഏതുവരെ മാളത്തിൽ ജീവിക്കുന്ന ഉറുമ്പുകൾ വരെ, സമുദ്രത്തിൽ നീന്തിക്കളിക്കുന്ന മത്സ്യങ്ങൾ വരെ, അതൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, അള്ളാഹുവിന്റെ ജീവികളാണ്, അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് ജീവിക്കുന്നവരാണ്. ആ ജീവജാലങ്ങൾ വരെ, മനുഷ്യർ മാത്രമല്ല, ആകാശത്തുള്ള മലക്കുകളും മനുഷ്യരും ജിന്നുകളും നല്ല മുഅ്മിനീങ്ങളും, അതോടൊപ്പം ഉറുമ്പുകളും ജീവജാലങ്ങളും മത്സ്യങ്ങളും വരെ ലയുസല്ലൂന അലാ മുഅല്ലിമിൻ നാസിൽ ഖൈർ, നല്ലത് പറഞ്ഞു കൊടുക്കാനും നല്ലത് ചെയ്തു കൊടുക്കുവാനും വേണ്ടി ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് അള്ളാഹുവിനോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സഹോദരങ്ങളെ, നന്മ കിട്ടാൻ ഒരുപാട് ചെലവഴിക്കുകയോ ഒരുപാട് അധ്വാനിക്കാതെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ നന്മ വർദ്ധിപ്പിക്കാൻ കഴിയും. അതാണ് യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ്, വിശ്വാസികളെ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വകൂനൂ മഅസ് സാദിഖീൻ, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ, നിങ്ങളുടെ സൗഹൃദ ബന്ധങ്ങളിൽ, സമൂഹ ജീവിതത്തിൽ നിങ്ങൾ സത്യസന്ധരായിരിക്കുക. അങ്ങനെയുള്ള വിശ്വാസികളായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ
وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين സഹോദരന്മാരെ സഹോദരികളെ, ഇതിന്റെ നേരെ വിപരീതവും അള്ളാഹും റസൂലും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്ന ശർറന്നാസി മൻസിലത്തൻ യൗമൽ ഖിയാമ. നല്ല ആളുകളെ പറ്റിയാണ് ഈ പറഞ്ഞതെല്ലാം. എന്നാൽ ഇന്ന ശർറന്നാസി മൻസിലത്തൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഷർറായിട്ടുള്ള ശപിക്കപ്പെട്ട ആളുകൾ ആരാണെന്നറിയാമോ? മൻ തറക്കഹു നാസു ഇത്തിഖാഅ ശർരിഹി, അവന്റെ ഷർറ് ബുദ്ധി പേടിച്ചിട്ട് ആളുകൾ അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുന്നവരാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളെ വർത്തമാനം, നമ്മളെ ചീത്ത സ്വഭാവം, ഇതൊക്കെ നമ്മളെ കുടുംബത്തിലും നമ്മൾ പാലിക്കണം. ഭർത്താവിനും കേട്ട് അല്ലെങ്കിൽ ഷെറ് പേടിച്ചു കാണ്ടൊന്നും മിണ്ടാതെ നടക്കുന്ന ഭാര്യ, ഒപ്പാന്റെ ഷെറ് പേടിച്ച് നടക്കുന്ന മക്കള്, മക്കളുടെ ഷെറ് പേടിച്ച് നടക്കുന്ന വാപ്പയും ഉമ്മയും, അതുപോലെ നാട്ടിൽ അയാളേറ്റ് മിണ്ടാൻ പോണ്ട, അത് ഷെറാണ്, അപകടമാണ്, അയാളെ കൊണ്ട് ദുൽമാണ് എന്ന് പറഞ്ഞ് ആരെ ഷെറായിട്ട് നമ്മൾ അകറ്റി നിർത്തുന്നുവോ അവൻ പരലോകത്ത് ഏറ്റവും ഷെറായി ശപിക്കപ്പെട്ടവനായിരിക്കും. അപ്പൊ നമ്മൾ നമ്മുടെ കുടുംബത്തിനോട്, നമ്മുടെ സമൂഹത്തിനോട്, നമ്മുടെ ആളുകളോട്, ജനങ്ങള് നമ്മിൽ നിന്നൊരു ഷെറുണ്ടായിരിക്കാൻ ഇടവരാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അതാണ് മുഅ്മിൻ എന്ന് പറയുന്നത്. ഒരു മുഅ്മിൻ, വിശ്വാസി, മുസ്ലിം എന്നൊക്കെ പറഞ്ഞാൽ ഒരു തസ്തികയല്ല, ഒരു ജീവിതമാണ്. ഇന്ന ശർറന്നാസി, നബി ഷർറിനെ പറ്റി പറഞ്ഞപ്പോ ഇത്രയും കൂടി പറഞ്ഞു. ഇന്ന ശർറന്നാസി, ജനങ്ങളുടെ കൂട്ടത്തിൽ ഖിയാമത്ത് നാളിൽ ഏറ്റവും ഷർറ് യഖറഉ കിതാബല്ലാഹ് ലാ യർഅബി ഇലാ ശൈഇൻ മിന്നു, അവൻ ഖുർആനൊക്കെ ഓതും, പക്ഷേ അതിൽ നിന്നുള്ള കൽപ്പനകളൊന്നും ജീവിതത്തിൽ കാണൂല. ഖുർആനൊക്കെ ഓടുന്ന ആളായിരിക്കും, ജീവിതത്തിൽ ഖുർആൻ നമ്മളോട് വിരോധിച്ച ഇത്തരം കാര്യങ്ങളിൽ നിന്നൊന്നും മാറി നിൽക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷർറിനെയും ഖൈറിനെയും പറയാണ്. ഖൈറുക്കും ലിനിസാഇക്കും. ഒരിക്കൽ നബി പറഞ്ഞു, കുടുംബകാര്യങ്ങളൊക്കെ ആയിട്ട് സഹാബിമാര് വന്നു, ഭാര്യമാര്, എന്റെ ഭർത്താവ് വിഷമിപ്പിക്കുകയാണ്, പ്രയാസപ്പെടുത്തുകയാണ്, കഷ്ടപ്പെടുത്തുകയാണ്, അടിക്കുകയാണ്, ചീത്ത പറയുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന ഖൈറുക്കും ലി അഹ്ലി, എന്റെ ഭാര്യമാരോട് ഞാൻ ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. ഖിയാറുക്കും ലിനിസാഇക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ നല്ലവരാകണമെങ്കിൽ ഒന്നാമതായി വീട്ടിൽ ഭാര്യമാരോട് നന്മ ചെയ്യാൻ കഴിയണം. നിങ്ങളുടെ ഭാര്യമാരോട് നന്മ ചെയ്യുന്നവരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ മാന്യന്മാരായിട്ടുള്ള ആളുകൾ. ഇന്ന ശർറന്നാസി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഷർറായിട്ടുള്ളവൻ അബ്ദുൻ ദഹബ ആഖിറതുഹു ബിദുനിയാ ഗൈരി, അദ്ഹബ ആഖിറതുഹു ബിദുനിയാ ഗൈരി, വേറെയുള്ളവന്റെ ദുനിയാവിന്റെ പിന്നാലെ നടന്ന് ആഖിറം കളയുന്നവനാണ് ഏറ്റവും മോശക്കാരൻ, ഷർറായിട്ടുള്ളവൻ. സഹോദരങ്ങളെ, ഷർറും ഖൈറുമായിട്ടുള്ള ആളുകൾ ഞാനാണോ അല്ലേ എന്ന് സ്വയം വേർതിരിക്കാനാണ് അല്ലാഹു തആല ഈ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതുമെല്ലാം. നമ്മൾ സ്വയം വേർതിരിച്ചുകൊണ്ട് നമ്മൾ സത്യസന്ധന്മാരായി വിശ്വസിച്ച മുഅ്മിനീങ്ങളിൽ തന്നെയാണോ എന്ന് സ്വയം തീരുമാനിക്കുക, തിരുത്തേണ്ടത് തിരുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ വെട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. സഹോദരങ്ങളെ, അവസാനത്തെ വെള്ളിയാഴ്ച, മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച സാധുക്കളായ ആളുകളുടെ സഹായത്തിന് വേണ്ടി നമ്മൾ റിലീഫ് ഇരിക്കാറുണ്ട്. നമ്മളൊക്കെ കഴിയുന്നത് സഹായിക്കണം എന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത്തുൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. اللهم توفنا مسلمين وألحقنا بالصالحين واشف مرضانا وارحم على موتانا واغفر لنا يا أرحم الراحمين.
വബറകാതുഹു